ഉപ്പും മുളകും എന്ന സിറ്റ്കോം ഹിറ്റാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നിഷ സാരംഗ് ചെയ്ത നീലു എന്ന കഥാപാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിഷ ഉപ്പുമുളകിൽ ഭാഗമല്ല. സിറ്റ്കോം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത കാലത്ത് നിഷ സാരംഗ് നൽകിയ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങളും കാരണമായിട്ടുണ്ട്. പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നിഷ സംസാരിക്കുന്നു. 1-2 ടാസ്കിലാണ് പരാമർശം. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മിണ്ടാതിരിക്കാനാണ്. നമ്മൾ ഉത്തരം പറയുമ്പോൾ പല കഥകൾ എഴുതി വരും. തലക്കെട്ട് കെടുത്തിരിക്കുന്നത് വേറെ ആയിരിക്കും. അതിന് നല്ലത് അത്തരം ചോദ്യങ്ങൾ ഉത്തരം പറയാതിരിക്കുക എന്നതാണ്. ഉപ്പുമുളകിന് മുമ്പേ ലൈഫ് ഉണ്ടായിരുന്നു. 9 വർഷം ഉപ്പുമുളകിൽ നിന്നു 26 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ലൈഫ് ഉപ്പുമുളകിന് മുന്നേ ആയിരുന്നു. ഉപ്പുമുളകിന് മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ ഇപ്പോഴും ജീവിതം പോകുന്നു. അതിനു മുന്നേ ഞാൻ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ബിസിയായിരുന്നു. 100ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്, 50ഓളം സീരിയലുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും എപ്പോഴും എവിടെയെങ്കിലും വെച്ച് നല്ലൊരു ബ്രേക്ക് കിട്ടും. അതുപോലെ എനിക്ക് കിട്ടിയതാണ് ഉപ്പുമുളകും. നാച്ചുറലായി അഭിനയിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് അവിടെ കിട്ടിയത്. അതെൻ്റെ ആക്ടിങ്ങിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള യാഥാർത്ഥ്യത്തിൽ എനിക്ക് ആവശ്യം അതാണെന്ന് നിഷ പറയുന്നു. ഞാൻ ഒരിക്കലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യ വിവാദങ്ങൾ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആരെങ്കിലും അവർക്ക് ജീവിക്കാൻ വേണ്ടി എഴുതിയതും പറഞ്ഞു വിടുമ്പോൾ ഞാൻ അതിനൊക്കെ ഉത്തരം കൊടുത്താൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? തൻ്റെ ജീവിതം എൻ്റെ മാത്രം കൈകളിലാണ്. സിനിമാ രംഗവും ടെലിവിഷൻ രംഗവും ഒരുപോലെ കൊണ്ടുപോകുന്നു. ഇപ്പോഴും ഞാൻ ടെലിവിഷനിലുണ്ട്. അതിപ്പോൾ ടെലികാസ്റ്റിംഗ് ആരംഭിക്കുകയാണ്. സിനിമകൾ ചെയ്യുന്നുണ്ട്. പഴയതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നു. ഒരെണ്ണത്തിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിച്ചത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് വേണ്ടി തന്നെയായിരുന്നു, നിഷ സാരംഗ് പറയുന്നു. ടെലിവിഷൻ രംഗത്തേക്ക് മടങ്ങി വരുന്നു എന്ന് നിഷ സാരംഗിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഉപ്പുമുളകിലേക്കല്ല തിരിച്ചു വരവ്. പഴയ നീലുവായി ഇനി നിഷയെ കാണാൻ പറ്റില്ല എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.